SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 1 കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ആര്? ജനറൽ ധീരജ് സേത്ത്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവിയായി ചുമതലയേറ്റത്. നേരത്തെ കരസേന ഉപമേധാവിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ഇദ്ദേഹം പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 1986 സൈന്യത്തിൽ ചേർന്ന ഇദ്ദേഹത്തിന് 40 വർഷത്തെ സേവന പാരമ്പര്യമാണുള്ളത്. ഇടുക്കിയിലെ മറയൂർ ചന്ദനക്കാടുകളിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ അപൂർവ ഇനം നിശാശലഭം ഏത്? ചന്ദനത്തോഴി. യുവൻസിയ ഇടുക്കി എന്നതാണ് ഈ നിശാശലഭത്തിന്റെ ശാസ്ത്രീയ നാമം. പ്രശസ്ത ശാസ്ത്ര ജേണലായ ജേണൽ ഓഫ് ത്രെറ്റൻഡ് ടാക്സയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലൂടെയാണ് ഈ കണ്ടെത്തൽ പുറംലോകമറിഞ്ഞത്. അടുത്തിടെ പൊട്ടിത്തെറിച്ച് ഇറ്റലിയിലെ പ്രശസ്തവും യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങളിൽ ഒന്ന് മൗണ്ട് എറ്റ്ന. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ മൗണ്ട്ന സ്ഥിതി ചെയ്യുന്നത് സിസിലിയിലാണ്. ജൂൺ 26 എറ്റ്നയിൽ ലാവാ പ്രവാഹം തുടങ്ങിയത്. സിസിലിയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമാണ് എറ്റ്ന. എറ്റ്നയെ കൂടാതെ വെസുവിവസ്, സ്റ്റോംബോളി എന്നിവയും ഇന്ത്യയിലെ തന്നെ സജീവ അഗ്നിപർവ്വതങ്ങളാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആര്? എൻ ശേഷാദ്രിനാഥൻ. കവരത്തി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയും എറണാകുളം CBI കോടതി ജഡ്ജിയുമായിരുന്നു ഇദ്ദേഹം. എ ഷാജഹാനാണ് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഭരത് ഗോപി പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര താരം ആര്? ലാലു അലക്സ്. പൊയ്കമുക്ക് മാനവസേവാ വെൽഫെയർ സൊസൈറ്റിയാണ് ഭരത് ഗോപി പുരസ്കാരം നൽകുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അമ്പാടി, അജയൻ എന്നിവർ അർഹരായി. പ്രത്യേക ജൂറി പുരസ്കാരത്തിന് മിനിസ്ക്രീൻ താരം വൈഷ്ണവി സായികുമാർ അർഹയായി. എൻ രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? എസ് സോമനാഥ്. എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ദേശീയ അവാർഡ് പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായ എസ് സോമനാഥിന് ലഭിച്ചു. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈയിടെ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ ഡിസ്കോ ബാൻഡായ വില്ലേജ് പീപ്പിളിന്റെ സഹസ്ഥാപകനും പ്രധാന ഗായകനുമായിരുന്ന വ്യക്തി ആര്? വിക്ടർ വില്ലീസ്. 70കളുടെ അവസാനത്തിൽ ആഗോളതലത്തിൽ തരംഗമായി മാറിയ YMCA, ഇന്ത്യ നേവി, മാച്ചോ മാൻ തുടങ്ങിയ വിഖ്യാത ഗാനങ്ങളുടെ സഹരചയിതാവും മുഖ്യ ഗായകനുമായിരുന്നു ടെക്സസ് സ്വദേശിയായ വിക്ടർ. 1977 പ്രൊഡ്യൂസർമാരായ ജാക്വീസ് മൊറേലി, ഹെൻറി ബെലോലോ എന്നിവരുമായി ചേർന്നാണ് വിക്ടർ വില്ലേജ് പീപ്പിൾ ബാൻഡ് രൂപം നൽകുന്നത്. UAEയിലെ ആദ്യ യാത്രാ ട്രെയിൻ ഏത്? എത്തിഹാദ് റെയിൽ. ഫുജൈറയിൽ നിന്ന് അബുദാബിയിലേക്കാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഈ ട്രെയിനിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെയാണ്. ഏകദേശം 260 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്രയ്ക്ക് 1 മണിക്കൂർ 45 മിനിറ്റ് സമയമെടുക്കുന്നു. ട്രെയിനിൻ്റെ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നേട്ടം ആലപ്പുഴ സ്വദേശി നിഷാദിനാണ്. ലോകത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് റിഫൈനറിയായി മാറാനൊരുങ്ങുന്ന ഇന്ത്യയിലെ റിഫൈനറി ജാംനഗർ റിഫൈനറി. ജാംനഗർ റിഫൈനറിയെ ലോകത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് റിഫൈനറിയായി മാറ്റാനുള്ള നടപടികൾ റിലയൻസ് ആരംഭിച്ചതായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി അറിയിച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ചാണ് ഈ മാറ്റം നടപ്പിലാക്കുന്നത്. ഈ സംവിധാനം കമ്പനിയുടെ ഓയിൽ കെമിക്കൽ വ്യവസായത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇന്ത്യ ജപ്പാൻ 16ാമത് വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനി തകൈച്ചി. ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിവയുടെ ക്വാഡ് ചട്ടക്കൂട്, ഇൻഡോ പസഫിക് സുരക്ഷ തുടങ്ങിയവയും ചർച്ചയാകും. ദക്ഷിണ വ്യോമസേന മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആര്? എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ. പശ്ചിമ വ്യോമസേനയിൽ സീനിയർ സ്റ്റാഫ് ഓഫീസറായിരുന്നു. അതിവിശിഷ്ട സേവന മെഡലും വ്യോമസേന മെഡലും ലഭിച്ചിട്ടുണ്ട്. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് നിയമനം. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തങ്ങളുടെ പേര് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന പുതിയ പേര് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത്. ഈ പേരുമാറ്റത്തിനായി സംഘടന കേന്ദ്ര കായിക മന്ത്രാലയത്തിന് നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. സംഘടനയുടെ വാർഷിക യോഗം ഈ പേരുമാറ്റത്തിന് ഇതിനകം അനുമതി നൽകിയിട്ടുണ്ട്.
ഇനി കായിക മന്ത്രാലയത്തിൻ്റെയും അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെയും കൂടി അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്